ഒരു പോസ്റ്റ്മാന് ഒരു കത്ത് ലഭിക്കുകയാണ്. കൗതുകം തോന്നി അദ്ദേഹം ആ അഡ്രസ്സ് വായിക്കുകയാണ്. അത് ദൈവത്തിനുള്ള കത്താണ്. അദ്ദേഹം അത് തുറന്നു വായിച്ചു. ഒരു വിധവയായ സ്ത്രീയുടെ കത്താണത്. ആ സ്ത്രീ കത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ക്രിസ്മസ് അടുത്തു വരികയാണ്. ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് ഒരു പാർട്ടി കൊടുക്കാൻ ആലോചിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിലുണ്ടായിരുന്ന $100 മോഷണം പോയി. എനിക്ക് അത്യാവശ്യമായി $100 വേണം. അങ്ങനെ ആ പോസ്റ്റ്മാന് ആ സ്ത്രീയുടെ വിഷമം മനസ്സിലാക്കി തൻ്റെ സഹപ്രവർത്തകരോട് പിരിച്ച് അദ്ദേഹം പൈസ സ്വരുക്കൂട്ടുകയാണ്. ഒടുവിൽ അത് എണ്ണി നോക്കുമ്പോൾ അത് $96 ഉള്ളൂ. പക്ഷേ സന്തോഷത്തോടെ അത് ആ സ്ത്രീയുടെ അഡ്രസ്സിലേക്ക് അയച്ചു നൽകുകയാണ്. ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ ആ പോസ്റ്റ്മാന് വീണ്ടും ഒരു കത്ത് ലഭിക്കുകയാണ്. ദൈവത്തിനുള്ള കത്ത്. അദ്ദേഹം അത് തുറന്നു വായിച്ചു. ആ സ്ത്രീ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കത്ത് എഴുതിയിരിക്കുകയാണ്. ആ സ്ത്രീ ഇപ്രകാരം പറയുകയാണ്: ദൈവമേ, എനിക്ക് നീ ആ $96 നൽകിയതുകൊണ്ട് എൻ്റെ സഹപ്രവർത്തകർക്ക് നല്ലൊരു പാർട്ടി നൽകുവാൻ എനിക്ക് സാധിച്ചു. പക്ഷേ എനിക്ക് $4 ലഭിച്ചില്ല. അത് ആ കള്ളനായ പോസ്റ്റ്മാൻ എടുത്തു എന്നാണ് തോന്നുന്നത്. സ്നേഹമുള്ളവരെ, നമ്മുടെ ചുറ്റുപാടും നമുക്ക് നന്മ ചെയ്യുന്നവരെ നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ? പലപ്പോഴും നമുക്ക് നന്മ ചെയ്യുന്നവരെ നമ്മൾ മനസ്സിലാക്കുന്നില്ല. അവരുടെ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ അവരോട് നന്ദിയുള്ളവരാണോ നാം?